പിക്ചർ ഡിക്ഷണറിയുടെ അടുത്ത ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ കുറേയേറെ ഭാഗങ്ങൾ ചെയ്തു കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ കാണുക. അപ്പോൾ എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. നമുക്ക് പിക്ചർ ഡിക്ഷണറിയുടെ അടുത്ത ഭാഗം ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാനിവിടെ പറയുന്നത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുക ഓരോരോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക എന്നാണ്. വാട്ടർമെലൺ എന്ന് പറഞ്ഞാൽ തണ്ണിമത്തൻ എന്നാണ്. ഗ്രേപ്സ് എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ്. ഗ്രേപ്പ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാതള നാരങ്ങ. പല പേരുകളുണ്ട്. നമ്മൾ യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് മാതള നാരങ്ങയല്ല, വേറൊരു ഫ്രൂട്ടാണ്. പക്ഷേ നമ്മളവിടെ കാണുന്ന മാതള നാരങ്ങ. സ്ട്രോബെറി നിങ്ങൾക്കറിയാം. ലെമൺ എന്ന് പറഞ്ഞാൽ നാരങ്ങ എന്നാണ്. ആപ്പിൾ നിങ്ങൾക്കറിയാം. ഓറഞ്ച് നമ്മൾ ഓറഞ്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ബനാന എന്ന് പറഞ്ഞാൽ പഴം എന്നാണ്. റോക്ക് മെലൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള വട്ടത്തിൽ കാണുന്ന, എൻ്റെ യഥാർത്ഥമുള്ള മലയാളം പേര് എനിക്കറിയില്ല, മഞ്ഞ നിറത്തിലകത്തുള്ള വലിയ മധുരമൊന്നുമില്ല, വട്ടത്തിൽ കാണുന്ന അതാണ് റോക്ക് മെലൺ. ഇനി നമുക്ക് ശ്രദ്ധിക്കാം വെജിറ്റബിൾസിനെ പറ്റി ശ്രദ്ധിക്കാം. റെഡ് ഓണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ സബോളയ്ക്കാണ് റെഡ് ഓണിയൻ എന്ന് പറയുന്നത്. ബ്രക്കോളി നിങ്ങൾക്കറിയാം, ബ്രക്കോളി തന്നെ നമ്മൾ പറയുന്നത്. അതുപോലെ ക്യാപ്സിക്കം നമ്മൾ ക്യാപ്സിക്കം തന്നെയാണ് പറയുന്നത്. മുളക്, ഇപ്പോൾ വലിയൊരു മുളകില്ലേ ക്യാപ്സിക്കം. ഈ കോൺ എന്താണ്? നമ്മളതിന് കോൺ തന്നെയാണ് പറയുന്നത് അല്ലേ. ഇനി പംകിൻ എന്ന് ഇവിടെ കൊടുത്തിരിക്കുന്ന പംകിൻ എന്ന് പറഞ്ഞാൽ മത്തങ്ങ എന്നാണ് എൻ്റെ അർത്ഥം. ഈ ഷാലറ്റ് എന്താണ്? ഷാലറ്റ് എന്ന് പറഞ്ഞാൽ ചുവന്ന ഉള്ളിയാണ് ഷാലറ്റ്. ഈ ഷാലറ്റ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്ന ഒന്നല്ല. മെയിനായിട്ട് നമ്മൾ ഇന്ത്യക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റു രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അവിടെ കിട്ടും, കാരണം ഇവിടുന്ന് പോകുന്നതാണ്. അതല്ലാതെ നമ്മൾ മറ്റു രാജ്യങ്ങൾ, ഉദാഹരണം പറയാം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലൻഡ്, അവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഷാലറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മൾ ഓണിയൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ബിറ്റർ ഗോഡ് എന്ന് പറഞ്ഞാൽ പാവയ്ക്ക എന്നാണ് എൻ്റെ അർത്ഥം. ബിറ്റർ ഗോഡ്. പൊട്ടേറ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിഴങ്ങാണ്. ഇനി സ്നേക്ക് ഗോഡ് എന്ന് പറഞ്ഞാൽ പടവലങ്ങയാണ് സ്നേക്ക് ഗോഡ്. ഇനി മഷ്റൂംസ് എന്താണ്? കൂണാണ് മഷ്റൂംസ് എന്ന് പറയുന്നത്. ടൊമാറ്റോ നിങ്ങൾക്കറിയാം. ഇനി സ്പ്രിംഗ് ഓണിയൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഉള്ളിയുടെയൊക്കെ തണ്ടോട് കൂടിയിട്ടുള്ള ചുവന്നുള്ളി കിട്ടാറുണ്ട്, അതിനാണ് സ്പ്രിംഗ് ഓണിയൻ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ കുക്കുംബർ എന്ന് പറഞ്ഞാൽ എന്താണ്? കുക്കുംബർ തന്നെയാണ് നമ്മൾ അതിന് പറയുന്നത്. അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേരറിയില്ല. കുക്കുംബർ തന്നെയാണ്. ഇപ്പോൾ ബീൻസ്, നമ്മുടെ ബീൻസ് ഇല്ലേ, ചെറിയ ബീൻസ്. ലെറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ ചില ഇലകളാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ളവർക്ക് അറിയാം. അവിടെ നമ്മൾ ഈ കഴിക്കുന്ന കൂടെ ഒരു ഇലയോടെ കഴിയും, അതൊക്കെ ലെറ്റ്യൂസാണ് സാധാരണ. ഇനിയിപ്പോൾ ടേസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പലതരം ടേസ്റ്റുകളുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ബേസിക്കായിട്ട് 4 ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ 5ാമതൊരു ടേസ്റ്റും കൊണ്ട്. അത് വളരെ നാളുകൾക്ക് മുമ്പ്, അതായത് 1900-ലാണ് ഈ 5ാമത്തെ ഈ ടേസ്റ്റ് നമ്മൾ വൈഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ 1ാമത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീറ്റാണ്. സ്വീറ്റ് എന്ന് പറഞ്ഞാൽ മധുരമുള്ള. സോറെന്ന് പറഞ്ഞാൽ പുളിയുള്ളത് സോറ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ലെമണ്, ഗ്രേപ്പ്, ഓറഞ്ച്, അത് പിന്നെ പുളി. നമ്മൾ പുളി എന്ന് പറയുന്ന പുളി, വളം പുളിയൊക്കെയാണ് എന്താണ് പുളിയാണ്. ഇപ്പോൾ ടർമറൻറ്റ് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ബിറ്റർ എന്ന് പറഞ്ഞാൽ കയ്പ് എന്നാണ് എൻ്റെ അർത്ഥം. കയ്പ്. അപ്പോൾ കയ്പുള്ള ഏതാണ്? നമ്മൾ പാവയ്ക്ക, ബിറ്റർ ഗോഡ്, അതുപോലെ തന്നെ കോഫി, ബിയർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ് കയ്പുള്ളതാണ്. സോൾട്ടി എന്ന് പറഞ്ഞാൽ ഉപ്പ് രസമാണ്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. ഇനി മറ്റൊരു ടേസ്റ്റാണ് ഉമാമി എന്ന് പറഞ്ഞ ടേസ്റ്റ്. ഉമാമി എന്ന് പറഞ്ഞ ടേസ്റ്റ് യഥാർത്ഥത്തിൽ ഇത് കണ്ടുപിടിച്ചത് ജപ്പാൻകാരാണ്. അപ്പോൾ അവരാണ് ഈ ടേസ്റ്റ് മെയിനായിട്ട് കണ്ടെത്തിയത്. അതല്ലെങ്കിൽ ഇങ്ങനൊരു ടേസ്റ്റിന് ഒരു പേര് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ടൊമാറ്റോയുടെ ടേസ്റ്റ് എന്നാണ് നിങ്ങൾ പുളിയെന്ന് പറയാം, പക്ഷേ യഥാർത്ഥത്തിൽ പുളിയല്ല. ഈ മുകളിൽ പറഞ്ഞ ഈ 4 ടേസ്റ്റിനും കൂടെ കൂടിയ ടേസ്റ്റാണ് ഏത് ഉമാമി എന്ന് പറയുന്നത്. അതായത് മധുരമുണ്ട്, ചെറുതായിട്ട് ചെറിയ കയ്പുണ്ട്, ചെറിയ പുളിയുണ്ട്, ചെറിയ ഉപ്പ് രസമുണ്ട്, ഇതെല്ലാം കൂടിയ ടേസ്റ്റാണ് ഏത് പറയുന്നത് ഉമാമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ലെങ്കിൽ തക്കാളിയുടെ ടേസ്റ്റ്, ഈ കെച്ചപ്പൊക്കെ വരാറുണ്ടല്ലോ, തക്കാളിയുടെ കെച്ചപ്പ് അല്ലെങ്കിൽ സോയാ സോസ്, ഗ്രീൻ ടീ, ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ഉമാമി എന്നാണ് പറയുന്നത്. ഇതൊരു ഒരുപാട് ഇപ്പോൾ ഏകദേശം 100 വർഷം കഴിഞ്ഞു ഈ ടേസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം. പിക്ചർ ഡിക്ഷണറിയുടെ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.